കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മൾ കുരുമുളകൊക്കെ നട്ട് തുടങ്ങിയത്. കറക്റ്റ് ഇപ്പോൾ ഒരു 9 മാസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ വർഷം നമ്മുടെ കുരുമുളക് കൊടികളൊക്കെ എന്തായി തിരിയിട്ട് കായ്ക്കാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ കുരുമുളകിനൊക്കെ വളം ചെയ്തിട്ട് നമ്മുടെ കോഴിവളം ആട്ടുംകാഷ്ടമൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് ചെയ്തിട്ടില്ല. ആട്ടുംകാഷ്ടം ഉപയോഗിച്ചിട്ടില്ല, കോഴിവളം ഉപയോഗിച്ചിട്ടില്ല. പകരം വേറൊരു ജൈവവളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ഗ്രീൻ മില്ല് എന്ന് പറഞ്ഞ ഒരു സാധനം. അതിൽ ആട്ടുംകാഷ്ടവും കോഴിവളവും എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അതിൽ മിക്സാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വള്ളികൾക്ക് മണ്ണിലെന്തോ ചെറിയ മൂലകങ്ങളൊക്കെ കുറവ് കൊണ്ടായിരിക്കാം ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പരിഹരിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മാറ്റി പിടിച്ചത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതും അതിൻ്റെ വളം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ വളം. ഇത് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു പൗഡർ രൂപത്തിലുള്ള. എല്ലാം ഉണ്ട്. എല്ലുപൊടി ഉണ്ട്, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വളങ്ങളും ഉണ്ട്. ഒരുപാട് വളങ്ങൾ ചേർന്നിട്ടുള്ളതാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് മൂലകങ്ങൾ നമുക്ക് ഇതിന്ന് കിട്ടും. അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇതാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ചില വള്ളികൾക്ക് ചെറിയൊരു ഇലക്കൊരു നിറവ്യത്യാസം, അതുപോലെ തന്നെ ഒരു മുരടിപ്പ് പോലെയൊക്കെ ഉണ്ട്. കൂടുതലൊന്നുമില്ല, ഒരു 2-3 വള്ളികൾക്ക്. അപ്പോൾ അത് എന്തോ രോഗമാണോ എന്നറിയില്ല, അതോ ചിലപ്പോൾ മണ്ണിലുള്ള എന്തെങ്കിലും മൂലകങ്ങളുടെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടിയും റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാം കൂടിയ വളം ചെയ്യണം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് പ്രശ്നം. ഒരു 2-3 വള്ളികൾക്ക്, കൂടുതലൊന്നുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറി വളപ്രയോഗം ഒന്ന് മാറ്റിയത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുരുമുളകിൻ്റെ ചുമടൊക്കെ ഒന്ന് പുല്ലും കളയൊക്കെ പറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നന്ന മുരട്ടിൽ കൊണ്ടുപോയിട്ട്, വള്ളിയുടെ മുരട്ട് കൊണ്ടുപോയിട്ട് വളം ഇടരുത്. ഒരടി വിട്ടിട്ടൊക്കെ എന്ത് ചെയ്യുക, നമുക്കിതിന്ന് വളപ്രയോഗം ചെയ്ത് കൊടുക്കാം. ഈ പൗഡർ ഇത് നല്ല ഡോസ് കേട്ടോ. ഇതെല്ലാ വളം കൂടി കൂടിയോണ്ടാണോ എന്താണെന്നറിയില്ല, ഭയങ്കര ഡോസാണ്. നല്ല എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. നല്ല ഡോസുള്ള വളമാണ്. അപ്പോൾ ഇത് നമുക്കൊരു 1/2 കിലോ അല്ലെങ്കിൽ ഒരു 3/4 കിലോ ഒക്കെ വെച്ചിട്ട് ഒരു വള്ളിക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ചെറിയ പാത്രത്തിലെടുത്തിട്ട് ഇതുണ്ടോ, വള്ളിയുടെ നന്ന മുരട്ടെന്ന് വെച്ചിട്ട് ഒരടി ഗ്യാപ്പിൽ നമ്മളൊന്ന് 4 പുറം ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഏറെക്കുറെ ഒരു 1/4 കിലോത്തോളം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് 4 പുറം ഒന്ന് എത്തിച്ച് എല്ലാ സൈഡിലും ഒരേപോലെ ഇട്ട് കൊടുക്കുക. വളമിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് പട്ടയോ പാളയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മൂടി കൊടുത്തു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഒലിച്ചു പോകാതിരിക്കാനും, അതുപോലെ തന്നെ കോഴികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെനക്കി കളയാതിരിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. ഇനി അതല്ലെങ്കിൽ കുറച്ച് മേൽമണ്ണ് കോരി അതിൻ്റെ മുകളിലിട്ടാലും മതി. പുതിയ വള്ളികൾ നടാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കേട്ടോ. ഇപ്പോൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കയറും. ഞാനിപ്പോൾ ഒരു 10 ദിവസം മുമ്പ് നട്ട വള്ളിയാണ് ഇതൊക്കെ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നേരെ അട്ടക്കാലം വന്ന് പിടിച്ചു തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ച വള്ളികളെ കൃത്യമായിട്ട് അതിൻ്റെ സമയത്ത് കെട്ടിക്കൊടുക്കും. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വളപ്രയോഗമൊക്കെ കൊടുക്കുകയും ചെയ്യുകൊണ്ട് തന്നെ 1 വർഷം തന്നെ അതൊക്കെ തിരിയിട്ട് കായ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല 1 വർഷം കൊണ്ടൊക്കെ തിരിയിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം എല്ലാ വള്ളികളും, കഴിഞ്ഞ പ്രാവശ്യം വെച്ച വള്ളികളൊക്കെ ഈ പ്രാവശ്യം തിരിയിട്ടു. നമ്മുടെയൊക്കെ വീടിന് ചുറ്റുപാട് ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നുണ്ടാവും. അവിടെയൊക്കെ എന്തെങ്കിലും താങ്ങുമരം വെച്ചിട്ട് അതിലൊക്കെ കുറച്ച് വള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വരുമാനമായി മാറും. 1-2 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് അതിനൊരു വരുമാനം കിട്ടി തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.